വെളിപ്പാട് പുസ്തകം അധ്യായം 2. എഫെസോസിലെ സഭയ്ക്ക്. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. വലങ്കൈയിൽ 7 നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട് 7 പൊൻവിളക്ക് തണ്ടുകളുടെ നടുവിൽ നിൽക്കുന്നവൻ അരുളിച്ചെയ്യുന്നത്, നിന്റെ പ്രവൃത്തിയും അധ്വാനവും സഹിഷ്ണുതയും ദുഷ്ടന്മാരെ നിനക്ക് സഹിച്ചുകൂടാത്തതും തങ്ങൾ അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ അപ്പോസ്തലന്മാരാണെന്ന് പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും ഞാൻ അറിയുന്നു. നിന്റെ സഹിഷ്ണുതയും എൻ്റെ നാമത്തിനു വേണ്ടി ക്ലേശം സഹിച്ചിട്ടും നീ തളരാതിരുന്നതും എനിക്കറിയാം. എന്നാൽ നിന്റെ ആദ്യ സ്നേഹം ത്യജിച്ചുവെന്ന ഒരു കാര്യം നിനക്കെതിരെ പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണുവെന്ന് ഗ്രഹിച്ച് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ നിന്റെ അടുക്കൽ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ വിളക്ക് തണ്ട് അതിൻ്റെ സ്ഥാനത്തു നിന്നും നീക്കിക്കളയുകയും ചെയ്യും. എങ്കിലും നിക്കൊലവരുടെ പ്രവൃത്തികൾ നീ വെറുക്കുന്നു എന്നൊരു മേന്മ നിനക്കുണ്ട്. അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിപ്പാൻ കൊടുക്കും. സമൂർണയിലെ സഭയ്ക്ക്. സമൂർണയിലെ സഭയുടെ ദൂതൻ എഴുതുക. മരിക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനും ആയവൻ അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ കഷ്ടപ്പാടും ദാരിദ്ര്യവും അറിയുന്നു. എങ്കിലും നീ ധനവാൻ തന്നെ. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും അങ്ങനെ ആയിരിക്കാതെ സാത്താൻ്റെ ആരാധകരായിരിക്കുന്നവരുടെ ദൂഷണവും ഞാൻ മനസ്സിലാക്കുന്നു. നീ സഹിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഭയപ്പെടരുത്. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് പീഡനമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം ഭവിക്കുകയില്ല. പെർഗമോസിലെ സഭയ്ക്ക്. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ 2 വായ്ത്തല വാൾ ഉള്ളവൻ അരുളിച്ചെയ്യുന്നു, നീ വസിക്കുന്നത് എവിടെയെന്നും അവിടെ സാത്താൻ്റെ സിംഹാസനമുണ്ടെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. സാത്താൻ വസിക്കുന്നിടമായ നിങ്ങളുടെ ഇടയിൽ എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് കൊല്ലപ്പെട്ട കാലത്ത് പോലും നീ എന്നിലുള്ള വിശ്വാസം ത്യജിച്ചില്ല. എങ്കിലും നിനക്ക് വിരോധമായി ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനും ദുർനടപ്പിൽ ഏർപ്പെടുവാനും ഇസ്രായേലിനെ പ്രലോഭിപ്പിക്കേണ്ടതിന് ബാലാക്കിനെ ഉപദേശിച്ച ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ചിലർ അവിടെയുണ്ട്. അതുപോലെ നിക്കൊലവരുടെ ഉപദേശം സ്വീകരിച്ചവരും അവിടെയുണ്ട്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യും. ആത്മാവ് സഭകളോട് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവനൊരു വെള്ളക്കല്ലും കൊടുക്കും. ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്ത ഒരു പുതിയ പേര് അതിന്മേൽ എഴുതിയിരിക്കും. തൂയതൈരയിലെ സഭയ്ക്ക്. തൂയതൈരയിലെ സഭയിലെ ദൂതന് എഴുതുക. അഗ്നിജ്വാല പോലെയുള്ള കണ്ണുകളും വെള്ളോടിന് തുല്യമായ പാദവുമുള്ള ദൈവപുത്രൻ അരുളിച്ചെയ്യുന്നത്, നിന്റെ പ്രവൃത്തികളും സ്നേഹം, വിശ്വാസം, സേവനം, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് ദുർനടപ്പിൽ ഏർപ്പെടുവാനും വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാനും എൻ്റെ ദാസന്മാരെ ഉപദേശിച്ച് വഴിതെറ്റിക്കുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നുവെന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം നൽകിയെങ്കിലും തൻ്റെ ദുർനടപ്പിൽ നിന്നും മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലാക്കും. അവളുമായി വ്യഭിചരിക്കുന്നവർ മാനസാന്തരപ്പെടാതിരുന്നാൽ അവരെ കഠിന യാതനയിലാക്കും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഹൃദയങ്ങളെയും മനസ്സുകളെയും പരിശോധിക്കുന്നതിനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ഞാൻ പകരം നൽകും. അവളുടെ ഉപദേശം സ്വീകരിക്കാതെയും സാത്താൻ്റെ നിഗൂഢതകൾ എന്ന് അവർ പറയുന്നത് അഭ്യസിക്കാതെയും ഇരിക്കുന്നവരായ തൂയതൈരയിലെ ശേഷമുള്ളവരോട് ഞാൻ പറയുന്നു, ഞാൻ വരുന്നതുവരെയും നിങ്ങൾക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. മറ്റൊരു ഭാരവും ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. ജയിക്കുകയും അന്ത്യം വരെയും എൻ്റെ പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് നൽകിയതുപോലെ ഞാൻ ജനതകളുടെ മേൽ അധികാരം കൊടുക്കും.
അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും, മൺപാത്രം പോലെ അവർ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ.